ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ധ്യാനത്തിന് രാവിലെ സ്കൂളിലൊക്കെ വിട്ട ശേഷം ട്യൂഷനിൽ കൊണ്ടാക്കിയിട്ട് വന്ന ശേഷം ഞാൻ കുറച്ച് നേരം സിറ്റോറിലൊക്കെ ഇരുന്നിട്ട് തലയൊക്കെ മസാജ് ചെയ്തിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അതിന് വേണ്ടി ഇത്രയും കാർകൂന്തലോട് കൊണ്ടോ എന്നുള്ള നെഗറ്റീവ് ചോദ്യങ്ങൾ വരും. കാർകൂന്തലില്ലെങ്കിൽ തല മസാജ് ചെയ്യാമല്ലോ. ഉള്ള മുടി നമ്മൾ കെയർ ചെയ്ത് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കെയറിങ് ഒന്നും നടക്കുന്നില്ല, നമുക്ക് വണ്ടി പോകുന്നുണ്ട് അറിയാമല്ലോ. ഫുള്ള് പൊടിയും ദാനവും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. എന്നാലും ഇച്ചിരി നേരം ഒന്ന് മസാല ചെയ്തിട്ട് ഞാൻ കെട്ടി വെച്ചു. കുറച്ച് നേരം അവിടെ വെളിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി വരും കേട്ടോ. അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ആൻറ്റിയുടെ അവിടെ അടുക്കള തുറക്കുമ്പോൾ എൻ്റെ ഇവിടെ സിറ്റ് ഔട്ടും സെയിമാണ്. അപ്പോൾ അവിടെ ആൻറ്റി വന്ന് കുറച്ച് സംസാരിച്ചുകൊണ്ട് ശേഷം ഞാനിന്ന് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഗൈസ് വെച്ചത്. അപ്പോൾ ധ്യാനൂസിന് കൊടുത്തതിന് ശേഷം ഞാൻ വന്നതൊക്കെ ചെയ്ത ശേഷം ഞാൻ എനിക്കുള്ള ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഉറക്കം എനിക്കില്ല. അവരൊക്കെ പതുക്കെ പതുക്കെയല്ലേ കഴിക്കുള്ളൂ. ഞാനപ്പോൾ എന്തായാലും എൻ്റെ ഇടിയപ്പവും കഴിക്കാൻ വെച്ചിട്ടോ. അപ്പം ഞാനൊരു ഇന്ന് കാര്യമായിട്ട് 5 ഇടിയപ്പമൊക്കെ എടുത്തിട്ടുണ്ട്. 5 ഇടിയപ്പം മുട്ടക്കറിയൊക്കെ എടുത്തിട്ട് എന്ത് ടേസ്റ്റ്, എന്ത് രസം. എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നു ടേസ്റ്റ്. നമുക്ക് പക്ഷേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ. ആരെയും വെച്ച് തരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ കഴിക്കാം. അപ്പം എന്തായാലും കഴിച്ചിട്ട് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കണേ. അപ്പം ഞാൻ എൻ്റെ ഇടിയപ്പം കഴിക്കുകയാണ്. ഇടിയപ്പം കഴിച്ചിട്ട് വരാം. അപ്പോൾ കുറച്ചധികം തുണി കഴുകാനുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു, അടുത്ത ട്രിപ്പിലേക്ക് കഴുകിയിട്ടേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് ഉണക്കാനായിട്ട് ഇടാൻ പോകണം. അപ്പോഴത്തേക്ക് എന്തായാലും വെളിയിൽ ഫുൾ നമുക്ക് വിടാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കുറച്ചും ഇടും. ഒരുവിധം ഉണക്കിയല്ലേ കിട്ടുന്നത്. അപ്പം നല്ല കട്ടിയുള്ളത് കൊണ്ട് വെയിലത്തിട്ട് ഉണക്കും, ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഇടും. ഈ കിടക്കുന്ന ഷീറ്റൊക്കെ കഴുകി ഇട്ടേക്കുന്നത് കേട്ടോ. ബെഡ്ഷീറ്റെല്ലാം കഴുകി ഇനി അതെല്ലാം പോകുന്ന വഴിക്ക് എടുത്തുകൊണ്ട് പോയി താഴെ കൊണ്ടുപോയി മടക്കി വെക്കണം. അങ്ങനെ ആ ഒരു ട്രിപ്പ് അവിടെ ഇട്ട ശേഷം ബാക്കിയുള്ള തുണികളായിട്ട് ഞാൻ താഴേക്ക് മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്റ്റാൻഡിലിട്ട് ഇവിടെ വിറ്റത്തിട്ട് ഉണക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇതിൽ തിരിതാൻ പറ്റുന്ന തുണികളെ എനിക്ക് ഇവിടെ ഇടാൻ പറ്റുള്ളൂ. ബാക്കി മൊത്തം ഞാൻ മേലിടും. അങ്ങനെ ഞാൻ കുറച്ച് തുണികളുള്ളതും കൂടെ ഇവിടെ കൊണ്ടിട്ടിട്ട് വെയിലത്ത് നല്ല രീതിയിൽ കിടന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള തുണികളെല്ലാം ഇവിടെ കൊണ്ട് ഉണക്കി ചെറിയ ചെറിയ ദേവസിൻ്റെ സംഭവങ്ങളെല്ലാം ഞാൻ മേലിട്ടിട്ട്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എന്നത്തെ കണക്കല്ല, നല്ല വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒന്ന് പോയി കുളിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ എൻ്റെ പുറപ്പാടാണ് ഇത് കാണുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക. കുളിക്കാൻ പോകുമ്പോൾ എണ്ണ തേക്കുമ്പോൾ കുറച്ച് മുടി അധികം കയ്യിൽ വരുമല്ലോ. ആ മുടി ഞാൻ സേഫായിട്ടാണ് ഇങ്ങനെ എപ്പോൾ മുടി കൊഴിയുന്നു ആ പൊടി ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര മുടി നമുക്ക് ഏകദേശം കൊഴിയുന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നേരെ കുളിക്കാൻ പോകണം. ഏകദേശം ഒരു 10 മണിയായിട്ടേ ഉള്ളൂ ഇപ്പം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. കുറച്ച് തുണികൾ കഴുകാനുണ്ട്, അത് വീണ്ടും കഴുകാനൊക്കെ ഇട്ട ശേഷം ഞാൻ ചെറിയ രീതിയിലൊരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടായിട്ട് ഞാനത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് മേക്കപ്പ് ചെയ്യുന്നത്, ഞാൻ ചെയ്തിട്ടില്ല. ചെറിയൊരു മോയ്സ്ചറൈസ് ക്രീമൊക്കെ ഇട്ട ശേഷം ചെറിയൊരു പൗഡറൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഒരുങ്ങി ചെറിയൊരു പൊട്ടൊക്കെ ഇട്ട് ചെറിയൊരു സുന്ദരി കുട്ടിയായിട്ട് ഞാനിപ്പോൾ മാറും കേസ്. നല്ല നോക്കുള്ളൂ കേട്ടോ, രണ്ടു പൊട്ടൊക്കെ ഇട്ടത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ചെറിയൊരു ലിപ് ബാം കേട്ടോ, പ്ലെയിൻ ലിപ് ബാം കൂടെ ഇട്ടിട്ട് ഞാൻ നേരെ ഒരു കമ്മലൊക്കെ എടുത്തിടാൻ വിചാരിച്ചു കേട്ടോ. എന്തായാലും കമ്മലൊന്നും ഇടാതെ നിൽക്കേണ്ട, വീഡിയോ എടുക്കുന്നില്ലേ. ഒരു കമ്മലും കൂടെ ഒക്കെ എടുത്ത് നേരെ പോയി ബാക്കി കുറച്ച് പരിപാടി കൊണ്ട് അതും കൂടെ കഴിഞ്ഞ ശേഷം ഞാൻ സാധനം വാങ്ങിക്കാനായിട്ട് പോകാൻ വിചാരിച്ചു. ഞാൻ സാധനം വാങ്ങിക്കാൻ ധ്യാനം കൊണ്ടുപോയി ഞാൻ സ്കൂട്ടിയിൽ ഞാനങ്ങ് പോയി കേട്ടോ. കാരണം ഇവനെയും കൊണ്ട് പോയാൽ ശരിയാവത്തില്ല. അങ്ങനെ പോയി സാധനം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് നേരെ ചോറ് വെച്ചില്ല. ഇന്ന് ഞങ്ങളൊരു ഊണെടുക്കാൻ വിചാരിച്ചു കേട്ടോ. രാവിലെ അങ്ങ് പോയല്ലേ. അങ്ങനെ ഒരു ഊണെടുത്ത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി കേട്ടോ. മീൻ ഫ്രൈയും ചോറും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു എമൗണ്ട് ആവുകയും ചെയ്തിരുന്ന വലിയ രസമില്ലായിരുന്നു. ചിക്കൻ്റെ ഒരു ലിവർ ഇട്ടൊരു ഐറ്റം കൂടെ വാങ്ങി വെച്ചു കേട്ടോ. നമ്മൾ പൊട്ടിച്ചിട്ട് കഴിച്ചു. വേണ്ടായിരുന്നു തോന്നി. എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടൊക്കെ വന്നതിനോട് എനിക്കൊന്നും കൊണ്ട് വയ്ക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല എന്തൊരു ഉഷാറില്ലായിരുന്നു ഒന്ന് വയ്ക്കാനായിട്ട്. അങ്ങനെ ഞാൻ എന്താ ചായ ഇടുകയാണ്. വൈകുന്നേരമായി ചായ ഇടുന്നുണ്ട്. എൻ്റെ ചായ ഇങ്ങനെ തിളതാ പൊങ്ങി വരുന്നുണ്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകും, വീണ്ടും വയ്ക്കും. നല്ല രസമാണ് കാണാൻ. കുറച്ച് നേരം അങ്ങനെ അത് വെച്ച് തിളപ്പിച്ച് നിന്നിട്ട് ചായ കൂടി കഴിഞ്ഞ ശേഷം ഞാൻ നേരെ വെളിയിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ തുണി ഇടുന്നല്ലോ, അതിൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്ത് വെളിയിൽ മടക്കി കൊണ്ട് വെച്ച് താഴെ അമ്മമ്മയുടെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതാണ്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി നിൽക്കാൻ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്തോ അവിടെ കിടക്കുന്നതാണ് പറഞ്ഞു. ഞാൻ ഈ സ്റ്റാൻഡും കൊണ്ട് സൈഡിൽ കൊണ്ട് വയ്ക്കുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ എസ്കോട്ട് വരും കേട്ടോ. ഇവിടെ നമ്മൾ ആരെങ്ങോട്ട് പോയാലും കൂടെ പോയ ഒരാളുണ്ട്, അതാണ് നമ്മുടെ ധോണി ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരുടെ കൂടെ ഇങ്ങനെ നടക്കും. നല്ല പ്രായമായി ഇവന് 10 വയസ്സ് 11 വയസ്സാവുന്നുണ്ട് ഇവന്. എന്നാൽ നമ്മളെ കൂടെ വരും കേട്ടോ. ഞങ്ങൾ നേരെ ഇത് കൊണ്ട് വെച്ചിട്ട് താഴേക്ക് അമ്മാവരെ വീട്ടിലോട്ട് ഇതാ ദൂരെ ഇറങ്ങി പോകും. അപ്പോൾ അവിടെ നിന്ന് ഇവൻ ഓടിക്കഴിഞ്ഞാൽ ഇവനെ പിടിച്ചാൽ നിൽക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഇവനെ കൊണ്ടുപോകുന്നതൊക്കെ വഴക്ക് പറഞ്ഞ് അവിടെ നിർത്തിയപ്പോൾ കുണുകൂണാന്നും കൊണ്ട് തിരിച്ച് കയറി പോകാനായിട്ട് ഗേറ്റ് അടച്ചപ്പോൾ അവൻ കയറി, ഗേറ്റ് അടച്ചപ്പോൾ അവൻ കയറി പോയി. അങ്ങനെ ധ്യാനൂസും ഞാനും കൂടെ താഴെ അമ്മാമ്മയുടെ പോയി കൈയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയി. കുറച്ച് ദിവസം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു നേരമാവുമേ. പിന്നെ ഒന്നും പോയി അന്വേഷിക്കാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ നേരെ പോയി ഞായറാഴ്ചയും കൂടെ ആയിരുന്നു. ഇത് എൻ്റെ ഫിഷ് ടാങ്കാണ്. ഇതിനകത്ത് കിടന്ന് ഫൈറ്റർ ചത്തുപോയി. അപ്പോൾ അതിനകത്ത് ഞാൻ താഴെ
കുളത്തുനിന്ന് ഒരു ഗപ്പി പിടിച്ചോണ്ട് വന്നു. ചിരട്ടയിലാക്കി അടപ്പിച്ചോണ്ട് കൊണ്ടിട്ട് അയ്യ ഒഴി മാറ്റാന്ന്. ഓ സ്വർഗം 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 വെങ്കിയോട്ട് ഓണടാ തിരിച്ചു വീട് ചാടി കളയുന്നുണ്ടോ? ഇതിൽ ചാടില്ലല്ലേ. അങ്ങനെ ഞാൻ രാജകുമാരിന്ന് ഒരു പേസ്ട്രി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേസ്ട്രി മീൻസ് അവിടെ തന്നെ ചെയ്യുന്ന കേക്കിൻ്റെയൊക്കെ സൈഡ് കട്ട് ചെയ്ത പീസ് വരുമല്ലോ, അതെല്ലാം വെച്ചിട്ട് ക്രീമൊക്കെ ആക്കിയിട്ട് 70 രൂപയ്ക്ക് അവർ സെയിൽ ചെയ്യാൻ വെച്ചേക്കട്ടോ. അത് നല്ല സംഭവം കേട്ടോ, വേറെ ഒന്നുമില്ല, നല്ല ഐറ്റമാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇന്നത് വാങ്ങിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും കഴിച്ച് എനിക്കുള്ളവിടെ വെച്ചേക്കുകയാണ്. അങ്ങനെ ഞാനതെടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് നേരെ രാത്രിത്തെ ഫുഡിലേക്ക് കിടന്നു. അപ്പോൾ രാത്രി ഒരു പുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് പുട്ടിൻ്റെ മാവ് എടുത്ത് നനച്ചു, കാരണം കുറച്ച് ഉച്ചയ്ക്ക് വാങ്ങിയ ഫ്ലേവർ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ പുട്ട് വയ്ക്കുന്ന സ്റ്റൈൽ നിങ്ങൾക്ക് കാണിക്കാൻ. അടിയിൽ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് മാവ്, പിന്നെ കുറച്ച് ഈ റോസ്റ്റ്, പിന്നെ കുറച്ച് മാവ് കൂടെ ഇട്ട് ഞാൻ എൻ്റെ പുട്ട് ഇങ്ങനെയാണ് അവിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല രസമാണ്. ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചിക്കൻ കറി എന്താണോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലെയർ കണക്ക് ഇട്ടിട്ട് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ വേണ്ട, എനിക്ക് സെപ്പറേറ്റ് മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ സെപ്പറേറ്റ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുഖത്ത് കിടക്കുന്ന സന്തോഷം കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെയൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ സെപ്പറേറ്റ് എന്നെ തിന്നണം. ഞാൻ എൻ്റെ സംഭവം തന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത് പിന്നെ കഴിക്കണം എൻ്റെ പൊന്നോ, എന്താ ടേസ്റ്റ് എന്നറിയാവോ. നിങ്ങൾ ഒരു തവണ അത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എൻ്റെ പുട്ട് കഴിച്ചു തുടങ്ങുകയാണ്. അപ്പം ഞാനത് കൊതി കാണിച്ച് കഴിക്കുന്നത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. വേണമെന്ന് പറയുമ്പം അഭിമാനം വിട്ട് കളിക്കൂലല്ലോ. വേണ്ട വേണ്ട എനിക്ക് വേണ്ട കൊള്ളൂലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ കൊടുത്തില്ല, ഞാൻ സ്വന്തമായിട്ട് തിന്നു. പുട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കറിയാമല്ലോ, എനിക്കൊരു കട്ടൻ നിർബന്ധമാണ്. ഞാൻ പിന്നെ ഒരു കട്ടനൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പുട്ടും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലിവറിൻ്റെ പീസ് എടുക്കുക, കുറച്ച് പൊട്ടെടുക്കുക, സ്വന്തമായിട്ട് തിന്ന് സ്വന്തമായിട്ട് ആസ്വദിക്കുന്ന വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ